തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയം നിറഞ്ഞവരെ, 10 കൽപ്പനകളിൽ ആദ്യത്തെ 3 കൽപ്പനകൾ ദൈവത്തിനെക്കുറിച്ചും ദൈവത്തിനുള്ളതിനെക്കുറിച്ചുമാണ്. 4-ാമത്തെ കൽപ്പന മാതാപിതാക്കളെക്കുറിച്ചാണ് പറയുക. മാതാപിതാക്കളെ ബഹുമാനിക്കുക. ദൈവം തന്നെ തൻ്റെ തൊട്ടടുത്ത സ്ഥാനം മാതാപിതാക്കന്മാർക്കാണ് നൽകിയിരിക്കുക. അവരെ ബഹുമാനിക്കേണ്ടത് നമ്മളുടെ കർത്തവ്യമാണ്. എൻ്റെ സമൂഹത്തിലെ ഒരച്ഛൻ ഒരു ബർത്ത്ഡേ ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പങ്കെടുത്ത ബർത്ത്ഡേ ആഘോഷമാണ്. ഒരാൾ തൻ്റെ 50-ാമത്തെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ആഘോഷത്തിനിടയിൽ അയാൾ യൂറോപ്യൻ പര്യടനത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിശുദ്ധ നാടുകൾ സന്ദർശിച്ചതിനെക്കുറിച്ചും വളരെ വാചാലനായി. എല്ലാ വഴികളും പള്ളികളെക്കുറിച്ചും അയാൾ ഒത്തിരി പ്രസംഗിച്ചു. അപ്പോൾ ആ ആഘോഷത്തിനിടയ്ക്ക് ഒരാൾ, ഇത്തിരി പ്രായമായിട്ടുള്ള ഒരു ചേട്ടൻ, തോളിൽ ഒരു നാടനൊക്കെ ഇട്ട് ആഘോഷത്തിനിടയിലേക്ക് കടന്നു വന്നിട്ട് ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളോട് പറഞ്ഞു, മോനെ, നിനക്ക് ലോകത്തിൻ്റെ എല്ലാ വശത്തേക്കുമുള്ള വഴികളെക്കുറിച്ചറിയാം. നിൻ്റെ അപ്പനും അമ്മയും താമസിക്കുന്ന വീട് നീ മറന്നുപോയല്ലോ മകനെ. ഈ ബർത്ത്ഡേ ആഘോഷിച്ച ആ ചേട്ടൻ്റെ അപ്പച്ചനാണ് വന്നത്. ഇയാൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. പക്ഷെ ഒരു 5 മിനിറ്റ് അയാളുടെ അപ്പനും അമ്മയ്ക്കും ചെലവഴിക്കാൻ അയാൾക്കുണ്ടായിരുന്നില്ല. ഇത് നമ്മളുടെ ഈ സമൂഹത്തിൻ്റെ ഒരു പോരായ്മയാണ്. മാതാപിതാക്കളെ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ നിന്ന് പലപ്പോഴും മറന്നു പോകാറുണ്ട്. നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ പലരും ഇന്ന് ആതുരാലയങ്ങളിൽ പൈസയുണ്ട്, പക്ഷേ നോക്കാനായിട്ട് മക്കളില്ല. അതുകൊണ്ട് അവഗണിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാതാപിതാക്കൾ പോകുന്നു. ഇന്ന് നമ്മളുടെ മാതാപിതാക്കളെ അവർക്കായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ നമുക്ക് ശ്രമിക്കാം. മാതാപിതാക്കൾക്കായിട്ട് ചെലവഴിക്കുന്ന സമയം ഒരിക്കലും നഷ്ടമാകുന്ന സമയമല്ല. സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ പറയുക, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാത്തവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ അണഞ്ഞു പോകുമെന്നാണ്. അവർക്ക് അർഹമായിട്ടുള്ള ബഹുമാനം നൽകാം. ദൈവം അവർക്ക് നൽകിയിട്ടുള്ള സ്ഥാനം തൻ്റെ അടുത്ത സ്ഥാനം തന്നെയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.